ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു വാട്ടർ പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിക്കാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ടൈം വാട്ടർ പെയിൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. നിങ്ങൾക്കപ്പോൾ സ്റ്റെപ്സ് ഇതിനകത്ത് നോക്കി ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന അക്രിലിക് പെയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് റെഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ഒരു പിങ്ക് ഷെയ്ഡിലിട്ട് ആക്കിയേക്കുവാണ്. എന്നിട്ട് അത് നമ്മൾ ബേസായിട്ട് ഒത്തിരി വെള്ളം മിക്സ് ചെയ്തിട്ട്, കൂടുതൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഹൈലൈറ്റ് എന്നുള്ള രീതിക്ക് വീണ്ടും പിങ്ക് ഷെയ്ഡ് കൊടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഡോറിൻ്റെ ചെറിയ ഡീറ്റെയിലിംഗ് പോലെ ഒരു എൽ ഷേപ്പിൽ വരച്ച് കൊടുക്കണം. അത് കുറച്ചും കൂടെയും ഡാർക്കായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെയും റെഡ് അതിനകത്ത് ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോറിൻ്റെ എഡ്ജസിൽ വീണ്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡോറിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു ബുഷ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു മരം പോലെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഗ്രേ പോലത്തെ ഒരു ബേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തും ഒത്തിരി വെള്ളം യൂസ് ചെയ്തിട്ട് നല്ല ഒരു ലൈറ്റായിട്ടുള്ളൊരു ബേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ലീവ്സ് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലായിട്ടാണ് ഞാൻ വരച്ച് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഗ്രീൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലൈറ്റ് ഗ്രീൻ കൊടുക്കുകയാണ്, പിന്നെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഷെയ്ഡിങ് കൊടുത്തേക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു ഏരിയയും സെയിം മരത്തിൻ്റെ ബേസായിട്ട് കൊടുക്കുന്ന സെയിം ആ ഒരു ഗ്രേ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഗ്രീൻ വെച്ചിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിപ്പം നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, അത്രയാണ് ഇതിനകത്ത് ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ അടുത്തൊരു കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള അടുത്ത കളർ വെച്ചിട്ട് വീണ്ടും ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലീഫി എഫക്റ്റ് കിട്ടും.
കുറച്ച് വയേർഡായിട്ട് ഫീൽ ചെയ്യും. ബട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. സോ ആദ്യത്തെ ആ ഒരു ഇത് കാണുമ്പോഴത്തേനും ആരും ടെൻഷൻ അടിക്കേണ്ട. അതെന്തായാലും നന്നായിട്ട് എൻഡ് റിസൾട്ട് നന്നായിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഞാനിവിടെ നമ്മുടെ മരത്തിൽ നിന്ന് ഇലകൾ താഴത്തേക്ക് വീഴുന്ന പോലെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി 1-2 ലീവ്സ് ഇങ്ങനെ എയറിലായിട്ടുള്ള പോലെ അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ലീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് കൊടുക്കുമ്പോൾ അതിലും കൂടെ ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പയ്യെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിലായിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ആ ഒരു ട്രീൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ബുഷസിൽ നമുക്ക് എവിടെയാണോ ഫ്ലവേഴ്സ് വേണ്ടത് അവിടെ ഫ്ലവേഴ്സ് കൊടുക്കാം. ഞാനിവിടെ റെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ലൈറ്റ് റെഡ് കളർ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്ട്രോക്സ് വരയ്ക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സോ അല്ലെങ്കിൽ സ്ട്രോക്സോ യൂസ് ചെയ്ത് ഒരു റോസ് ഷേപ്പിലിട്ട് ഞാൻ അതിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ലീവ്സിന് ഹൈലൈറ്റ് ചെയ്തപോലെ അടുത്തൊരു കളർ എടുക്കുന്നു, വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ 2-3 കളേഴ്സ് എടുത്തിട്ട് റോസിന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസസ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ട്രീൻ്റെ ബ്രാഞ്ചാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ബ്രൗൺ ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഒരു ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് സ്റ്റെമ്മിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഒരു ഡാർക്ക് കളർ റെഡ് ഷെയ്ഡ് എടുത്തിട്ട് വീണ്ടും നമ്മുടെ ആ റോസസിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി നല്ല കളർഫുള്ളായിട്ട് ബ്രൈറ്റായിട്ട് നമുക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്.